നേരത്തെ നിങ്ങൾക്കറിയാം, നേരത്തെ പാർട്ടി രൂപീകരിച്ച ഘട്ടത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ നിരവധി തവണ ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ്. മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്നു. കഴിഞ്ഞ ടേമിൽ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോൾ പുതുതായി സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ എടരിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി വർക്ക് ചെയ്തിട്ടുള്ള ലത്തീഫ് സാഹിബ് മലബാറിലെ സുപരിചിതനാണ്. കഴിഞ്ഞ കോഴിക്കോട് നടന്ന സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് കൗൺസിൽ വെച്ചാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് ഫൈസി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ കോഴിക്കോട്ടെ മാധ്യമ പ്രവർത്തകരുമായി ആദ്യമായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനമാണ്. മാധ്യമ പ്രവർത്തകരെ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിയായി കഴിഞ്ഞ ടൈമിലൊക്കെ നിങ്ങളുടെ മുമ്പാകെ എത്താറുള്ള NK റഷീദ് ഉമരി പുതിയ സംസ്ഥാന ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നം വേറെയാണ്. അത് പരിഹരിക്കണം, ഗവൺമെന്റ് പരിഹരിക്കണം. അത് അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ അത് ഗവൺമെന്റ് ആണ് അത് പരിഹരിക്കേണ്ടത്, അല്ലാതെ അത് ഭൂമി അല്ലാന്ന് പറയലല്ല. അങ്ങനെ പറയുമ്പോഴും അവിടെ അതില് ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ മുന്നിൽ നിർത്തി ഈ സമരം നടത്തുന്നതിന് പോലും പിന്നിൽ ഈ മാഫിയകളുണ്ടാവും. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ആളുകളെ മുന്നിൽ നിർത്തി ആണ് സമരം ചെയ്തത്. ആ സമരം ചെയ്യുന്ന ആളുടെ ആവശ്യം തെറ്റാണ് ഞാൻ പറയുന്നില്ല. അവരുടെ പ്രശ്നം പരിഹരിക്കണം, അത് വേറൊന്നാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഇങ്ങനെ ഒരു അനധികൃതമായി കുടിയേറ്റത്തിന് വിധേയമാക്കിയ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. ഫാറൂഖ് കോളേജിൽ കടുത്ത അക്ഷന്തവ്യമായ തെറ്റാണ് ഫാറൂഖ് കോളേജ് തെറ്റുന്നത്. അവർക്ക് ഒരിക്കലും അത് അവരുടെ പേര് കൃത്യമായി വഖഫ് ചെയ്ത് കൊടുത്ത ഒരു ഭൂമിയെ അവരൊരിക്കൽ പോലും അത് ഏതെങ്കിലും ഒരു വക്കീലിനെ ഏൽപ്പിച്ച് വേണമായി ചെയ്തെന്ന് പറയാൻ പാടില്ല. അതിൽ ഒന്നാം പ്രതി ഫാറൂഖ് കോളേജ് കമ്മിറ്റിയാണ്. അത് ഫാറൂഖ് കോളേജ് കമ്മിറ്റി ഒരു മതസംഘടനയല്ലല്ലോ. ഇപ്പൊ മതസംഘടനയിൽ വരുന്നേ ഇല്ല. അവർ ചെയ്ത തെറ്റ്, ഇതിലൊരു ക്രിമിനൽ കേസെടുത്ത് നടപടി, ഇതിൽ സിവിൽ കേസ് പോട്ടെ, ഇങ്ങനെ ചെയ്ത തെറ്റിന് അവര് അല്ലെങ്കിൽ ഇങ്ങനെ തെറ്റായ രീതിയിൽ ഒരു വഖഫ് ഭൂമിയെ അവർ കൈകാര്യം ചെയ്യുന്ന അവർക്ക് നടപടി വരണം. അപ്പൊ അത് രക്ഷപ്പെടാനാണ് ഇപ്പൊ ഫാറൂഖ് കോളേജ് ഇപ്പോ പുതിയ രീതിയിലുള്ള അതൊരു ഗിഫ്റ്റ് ഇട്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ തെളിവൊക്കെ ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നത്. ഇത് കൂട്ടിപ്പിടിക്കുന്നത് മുസ്ലിം സംഘടന കൂട്ടിപ്പിടിക്കേണ്ട സാഹചര്യം വരുന്നുണ്ടല്ലോ. മുസ്ലിം സംഘടന കക്ഷിയല്ല. ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് ഫാറൂഖ് കോളേജാണ്. ഇത് യാഥാർത്ഥ്യമായ ഭൂമിയാണ്. അത് അതിന്റെ ആ കേസിന്റെ അടുത്ത് പോട്ടെ. അതിനിപ്പോ ഗവൺമെന്റ് കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ തീരുമാനം പറ്റേ. അതിനു മുമ്പേ ഇദ്ദേഹം ചാടിക്കരുതൊന്നും അല്ലാതെ പറയുന്നതിന്റെ താല്പര്യം വേണമെന്നാണ്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ വിളിച്ചു ചേർത്ത് പിന്നെ മൊത്തം അതിന്റെ ഒരു പ്രത്യേക അവകാശം ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അതുപോലും ശരിയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്. മതസംഘടനകളെ വിളിച്ചു ചേർത്ത് ഞങ്ങൾ ആ മതത്തിന്റെ വക്താക്കളാണ്, അത് അതൊക്കെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നത് ഒരു അതിന്റെ ഒരു അനൗചിത്യം നമുക്ക് തോന്നുന്നുണ്ട്. എല്ലാവർക്കും തോന്നുന്നു, എന്തിനാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഈ വിഷയത്തിൽ മതസംഘടനകളെ വിളിച്ചു ചേർത്ത് ഒക്കെ ഞങ്ങൾ തന്നെ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് പിന്നീട് സാദിഖ് അലി തങ്ങളാണ് എല്ലാം ഏറ്റെടുത്ത് പറയുന്നത്. ഇപ്പോഴും പക്ഷെ ലീഗ് കൃത്യമായി ഈ വിഷയത്തിൽ ഇതൊക്കെ ഭൂമിയാണോ അല്ലയോ എന്ന് പറയുന്നത് ചോദ്യങ്ങളൊക്കെ വളരെ തന്ത്രപരമായി മാറാം. അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങള് സംഘടനാതക്കന്മാരിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു, ഇത് ഇങ്ങനെയുള്ള വർഗീയവൽക്കരണം ഇവര് ഏറ്റെടുക്കുന്ന പോലെ തന്നെ അതെ മുസ്ലിം ലീഗ് മതസംഘടനകൾ വിളിച്ചു വരുത്തി വിഷയം ഏറ്റെടുക്കുകയാണ്. എന്തിനാണ് അങ്ങനെ വർഗീയവൽക്കരിക്കുന്നത് വിഷയത്തെ? അവരുടെ എന്ത് റോളാണുള്ളത്? ഒരു രാഷ്ട്രീയ പരമായിട്ട് അഭിപ്രായം പറയാം, അതിന് തടസ്സമില്ല. പക്ഷെ അതിന് മുസ്ലിം മതങ്ങളെ മൊത്തം കൂട്ടിപ്പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇവിടെ നമ്മൾ ഇതിനെ നേരിൽ കാണേണ്ടത്, അതിനെ നോക്കിക്കാണേണ്ടത്, ഇതിനെ സമീപിക്കേണ്ടത് ഇത് ഒരു പൊതു വിഷയമാണ്. ആ വിഷയത്തിൽ തെറ്റുകാരാണോ അതിനനുസരിച്ച് ശിക്ഷ അവർക്ക് കൊടുക്കണം. അതില് ഫാറൂഖ് കോളേജിന് അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയ രീതിയിലേക്ക് ഒക്കെ ഭൂമിയെ തിരിച്ചു കൊടുക്കണം. കമ്മിറ്റി അത് ഏറ്റെടുത്ത് ആദ്യം ചെയ്യാം. സർക്കാർ തീരുമാനത്തിലാണ് ഇതിപ്പോ കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവർ അവിടെ തന്നെ തുടരട്ടെ എന്ന് സർക്കാരും തീരുമാനം, ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാല്
SDPI യുടെ സമീപനം എന്തായിരിക്കും? തീരുമാനം വരട്ടെ, അപ്പൊ നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് അതിൽ ഒരു മുൻവിധി ഉണ്ടാകുന്നതില്ല, പ്രിജുഡീസ് നടത്തേണ്ടതില്ല. നമ്മുടെ അതിൽ നിലപാട് എന്ന് പറയുന്നത് അവിടെ പിന്നെ അത് വഖഫിനെ പ്രഖ്യാപിക്കണം, വഖഫിന് മാറ്റി കൈമാറണം. ബാക്കി കാര്യങ്ങൾ ഇനി ഗവൺമെന്റ് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു സമയത്ത് വരട്ടെ, അപ്പൊ നമുക്ക് അറിയിക്കാം എന്താണ് എങ്ങനെയാണ്. ഇപ്പൊ തീരുമാനം വരാത്തതിന് ഇപ്പൊ തന്നെ നമ്മൾ പറയുന്നതിന് അർത്ഥമില്ല. അവിടെ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അത്തരം ശ്രമങ്ങള് അത് കേരള സമൂഹത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഭവമാണ്. തീർച്ചയായും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗോ സാലിക്കൽ ജനറോ നടത്തുന്ന ശ്രമങ്ങൾ നിങ്ങളെന്താണ് തള്ളി പറയുന്നത്? അതല്ല, വർഗീയ ധ്രുവീകരണം നടത്തുന്നത് എവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയാം, കേരളത്തില് ഇത് കൂടാതെയും ഇതുപോലുള്ള ഇപ്പോ ദേവസ്വത്തിന്റെ സ്വത്ത് പിന്നെ കയ്യേറിയ അനുഭവം ഉണ്ടായിട്ട് ദേവസ്വം കേസ് കൊടുത്ത് അവർ കിട്ടിയ അനുഭവം ഉണ്ടാകും. ഇപ്പൊ പുതുതായിട്ട് അതിരൂപതയുടെ പിന്നെ സ്വത്ത്, ഇവയുടെ കയ്യിലുള്ള സ്വത്ത്, അതേപോലെ NSS കോളേജിന്റെ കയ്യിലുള്ള സ്വത്ത്, അതൊക്കെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ കേസ് കൊടുത്തിരിക്കുന്നു. ഇപ്പൊ പിന്നെ ഒരു ഭൂമി പൂവരണി ദേവസ്വം 300 ഏക്കർ ഭൂമിയാണ് അവര് തിരിച്ചു പിടിച്ചത്, കേസ് കൊടുത്തത്. എന്തുകൊണ്ടാണ് അത് പിന്നെ ആ ഒരു വിഷയം വന്ന സമയത്ത് ഇവിടെ മതസംഘടന യോഗം ചേർന്നിട്ട് തീരുമാനമെടുക്കാത്തത്? എന്ന പോലെ അതിന് ഭൂമി വിട്ടുകൊടുക്കുന്ന വിഷയത്തിലല്ല, ഭൂമിയുടെ വഖഫാണോ അല്ല എന്നുള്ള വിഷയത്തിലല്ല മുസ്ലിം സംഘടനകൾ യോഗം ചേർന്നത്. അതേസമയം ഈ പ്രശ്നം ഒരു വർഗീയ ധ്രുവീകരണ സാധ്യതയിലേക്ക് പോകരുത് അജണ്ട വെച്ചുകൊണ്ടാണ് അവർ യോഗം ചേർന്നത്. അത് ഇല്ലാതാക്കാൻ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയിട്ട് അത് ഗണ്യമായി പരിഹരിക്കണം എന്നുള്ള ഒരു വിഷയത്തിലാണ് തീരുമാനം എടുത്തത്. അവർ നിങ്ങൾ അതിനാണ് തള്ളി പറയുന്നത്. അതൊരു മതം കക്ഷിയല്ലല്ലോ അവിടെ. മതമാണ് കക്ഷികൾ വരുന്നു. ഞാൻ പറയട്ടെ, മുസ്ലിം ഇവിടെ ഒരു ദേവസ്വത്തിന്റെ വഖഫിന്റെ ഭൂമി തർക്കം വരുമ്പോൾ അത് കോടതിയിൽ പോയി കോടതി തീരുമാനിക്കേണ്ടതാണ്. അതല്ലാതെ മുസ്ലിം സംഘടന വിളിച്ചു ചേർത്തിട്ട് അത് എന്തിനാണ് അങ്ങനെ പറയുമ്പോഴാണ് ഒരു ആവശ്യമില്ലാതെ വേറെ മുസ്ലിം സംഘടന വിളിച്ചു ചേർത്ത് അവരാ വിഷയമായി മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു തോന്നുന്നത് ഇത് മുസ്ലിം വിഷയമാണ്. അല്ലല്ലോ അവിടെ അതിന് മുമ്പ് തന്നെ ഈ പ്രശ്നം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വസ്തുത. അത് നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പത്രസമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇത് വർഗീയ ധ്രുവീകരണത്തിലുള്ള ശ്രമങ്ങളായിട്ട് വരും. അപ്പൊ ആ പ്രശ്നം അങ്ങനെ ആ ഒരു വഴിയിലേക്ക് പോകാതിരിക്കാൻ ആ ബന്ധപ്പെട്ട അവിടെ സമരം ചെയ്യുന്ന ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച നടത്തി ഗണ്യമായി പരിഹാരത്തിലെത്തണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അത് തെറ്റാണെന്ന് പറയുന്നത് എന്താ അടിസ്ഥാനത്തിൽ? അത് തെറ്റാണെന്ന് പറഞ്ഞത്. അതിന് മുസ്ലിം സംഘടനകളെ വിളിച്ചു ചേർക്കേണ്ടില്ല, ലീഗിൽ ചെയ്യാലോ. കേരളത്തിലെ ഒരു പ്രബലമായ രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്, പ്രതിപക്ഷ ഉപനേതാവുള്ളതാണ്. അത് രാഷ്ട്രീയമായി വിഷയത്തിൽ പോയിട്ട് സംസാരിക്കാം. അതിനെന്താ കുഴപ്പമുള്ളത്? മെക്സവൻ എന്ന് പറയുന്നത് ഞാനതില് 2 പ്രാവശ്യം അതിന്റെ വയാമത്തിന് പോയ ആളാണ്. അത് എന്നെ അവിടുത്തെ വിളിച്ചത് അവിടുത്തെ ലീഗിന്റെ പ്രവർത്തകരാണ്. ലീഗിന്റെ ഒരു ട്രെയിനറൊക്കെ ആയാലാണ് വിളിച്ചത്. എന്നോട് പറഞ്ഞ നമുക്ക് ഇവിടെ എല്ലാ ആളുകളും വിളിച്ചു ചേർത്തിട്ട് പിന്നെ വ്യായാമം തുടങ്ങുന്നത് 20 മിനിറ്റ് ഉള്ളൂ, നമുക്ക് നല്ല ഹെൽത്തിയാണ്, വളരെ ഒരു റിസർച്ച് നടത്തി ഉണ്ടാക്കിയ ഒരു സിലബസ് ആണ്, നിങ്ങൾ വരുന്നത്. ഞാൻ പോയി പങ്കെടുത്തു. അപ്പോ ഞാൻ പോയ അതിന് തൊട്ട് ദിവസം അവർ ഒരുപാട് വീഡിയോസും കിട്ടുന്നിരുന്നു. അതില് പിന്നെ കുഞ്ഞാലി സാഹിബ് അതിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പിന്നെ ഒരു വീഡിയോ എനിക്ക് കിട്ടി തന്നത്. അപ്പൊ ഞാൻ വെറുതെ എന്താണ് പേര് നമ്മൾ വിളിക്കുമ്പോ മാക്സിമം എന്ന് പറഞ്ഞപ്പോ എന്താണ് പിന്നെ ഈ മെക്ക് എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞത് മൾട്ടിപ്പിൾ എക്സസൈസ് പിന്നെ കോമ്പിനേഷൻ 7 പിന്നെ വിവിധ എക്സസൈസ് എടുത്ത കുറച്ച് സംഗതികളാണ്. അത് നല്ല ഹെൽത്തിയാണ്, ഒരുപാട് ആളുകൾക്ക് അതാണ് പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാകുന്നതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പോയി ഞങ്ങൾക്ക് അങ്ങനെ ഒരു STPIക്ക് അങ്ങനെ ഒരു രഹസ്യമായ ഒരു സംവിധാനം പുറത്തു വരാൻ പറ്റാത്ത ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതില്ല, ഉണ്ടാക്കില്ല. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരസ്യമായി പറയുന്ന സംവിധാനമേ STP എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളൂ. ഞങ്ങളുടെ യാതൊരു ബന്ധം എല്ലാ പാർട്ടിക്കാരുണ്ട്, എല്ലാവരും ചെയ്യുന്നു. അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അഭിപ്രായം. ആരും തുടങ്ങിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡോക്ടർ സലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു മുൻ സൈനികനാണ് അത് എങ്ങനെ ഒരു വ്യായാമം കൂടെ റിസർച്ച് നടത്തി വളരെ പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് മുറകൾ 20 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന ഒരു സാധനം ഉണ്ടാക്കിയത് ഞാൻ അന്വേഷിച്ച് മനസ്സിലായത്. STPക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല. STP എല്ലാ പാർട്ടിക്കാരും അതിന് പിന്നെ പങ്കെടുക്കുന്നുണ്ട്. കോഴിക്കോടൊക്കെ CPM ആണ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ അടുത്തുള്ള ഒരു വീഡിയോ ഇപ്പോഴും എന്റെ അടുത്തുണ്ട്. എങ്ങനെ ഏത് കാര്യത്തെയും
തെറ്റായി വക്രീകരിച്ച് പൊതുസമൂഹത്തിന് ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമത്തിൽ അപ്പുറത്തേക്ക് CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയെ നമ്മളായിട്ട് പരിഗണിക്കുന്നില്ല. കാര്യം എന്താ വെച്ചാല് എന്താണ് അങ്ങനെ പറഞ്ഞത്, ഒന്ന് പഠിക്കണം, എന്താണ് മാക്സ് പഠിക്കണം, എന്നിട്ട് ആരൊക്കെ അതില് പങ്കാളികളൊന്ന് നോക്കണം. ഒരു വിവരവും ഇല്ലാതെ അത് പോപ്പുലർ ഫണ്ടാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പോപ്പുലർ ഫണ്ടാണെങ്കിൽ പോപ്പുലർ ഫണ്ടിന്റെ ആ സാധനം ഇല്ല, അതില്ലല്ലോ. ഇല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഇല്ലാത്തതിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. STBക്ക് പങ്കാളിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറഞ്ഞിട്ടുള്ളൂ, പോപ്പുലർ ഫണ്ട് സാധനം ഇല്ലാത്തതാണ്. അങ്ങനെ ഇല്ലാത്ത ഒന്നിനെ വീണ്ടും ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചർച്ചയാക്കാനുള്ള രീതി എന്തായാലും ശരിയല്ല. അതൊക്കെ വളരെ തെറ്റായ, ജനങ്ങളിൽ വെറുതെ ആശയക്കുഴപ്പമുണ്ടാക്കി എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? എന്ത് ഗുണമാണ് പി മോഹനും CPM കിട്ടുന്നത് മനസ്സിലാവില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം മുന്നണികള് ഞങ്ങളിത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ചില ധാരണകളൊക്കെ പലതുണ്ടായിട്ടുണ്ടാവും കഴിഞ്ഞ ടൈമിലൊക്കെ. അതിലപ്പുറത്തേക്ക് തികച്ചും പ്രാദേശികമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ. അവിടുത്തെ ഓരോ പഞ്ചായത്തിന്റെയും പ്രത്യേക സാഹചര്യം, അവിടെ ഭരിക്കുന്ന കക്ഷിക്കാര് അവരുടെ നിലപാടുകൾ എങ്ങനെയാണ്, ആ നിലപാടുകൾക്കനുസരിച്ച് അവിടുന്ന് ഉയർന്നു വരുന്ന പിന്നെ ഒരു രീതിയൊക്കെ ഉണ്ടാവും. അതിൽ ഞങ്ങൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾ മനസ്സിലാക്കി ഒറ്റക്കാണ്, ഞങ്ങൾ ഒരു മുന്നണിയുമായി സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ചില പഞ്ചായത്തുകളൊക്കെ ചില ധാരണകളൊക്കെ പിന്നീടൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നല്ലാതെ ഒരു സഖ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സഖ്യത്തിന് സാധ്യതയുമില്ല. ഒന്നാമത് UDF-ഉമായി ഞങ്ങൾ സഖ്യത്തിൽ ഇതുവരെ ഇല്ല. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളത് പൊളിറ്റിക്കൽ പാർട്ടി അല്ലല്ലോ, അത് അവർ മറുപടി പറയട്ടെ. അവരുമായ സഖ്യം നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുമായി എന്തായാലും ജമാഅത്ത് ഇസ്ലാമിയോ അതല്ലെങ്കിൽ ലീഗുമായിട്ടോ ഒന്നും ഞങ്ങൾ ഇതുവരെ സഖ്യം രൂപപ്പെടുത്തിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, അവിടുത്തെ ഓരോ തദ്ദേശ സ്ഥാപനം ഓരോ ഗവൺമെന്റാണ്. നമ്മളതിനെ പറയുന്നത് പ്രാദേശിക ഗവൺമെന്റാണ്. പ്രാദേശിക ഗവൺമെന്റുകൾ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയർന്നു വരണം. അവിടുത്തെ ഓരോ പ്രദേശത്തും വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവും, സാമൂഹ്യ പശ്ചാത്തലങ്ങൾ ഉണ്ടാവും. അതിനനുസൃതമായിട്ട് തന്നെ അവിടെ ഭരണസംവിധാനം ഉണ്ടാവേണ്ടത്, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ലീഗ് ഇവിടെ കുറെ മത്സരങ്ങൾ വിളിച്ചു ചേർത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, അപ്പുറത്ത് ക്രിസ്ത്യാനിറ്റി, ഇപ്പുറത്ത് മുസ്ലിം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഒരു ഇങ്ങേപ്പുറത്തെ ഒരു സമുദായം വരില്ലല്ലോ. എന്തിനാ അങ്ങനെ സമുദായത്തെ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത്? ലീഗിന് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായേക്കാം, അങ്ങനെയാണല്ലോ. മുസ്ലിം സമുദായ സംഘടനകളെ മൊത്തം ഞങ്ങളെ കീഴിൽ കൊണ്ടുവരുന്നത് പലപ്പോഴും ആഗ്രഹിച്ച് കാണാറുണ്ട്. അങ്ങനെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് അപകടത്തിലേക്കാണ് പോയത്. അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും. മതപരമായ മതസംഘടനകളെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എപ്പോഴും ഇങ്ങനെ വിളിച്ചു ചേർക്കുക എന്നുള്ളതൊന്നും ഒരു ശരിയായ രീതിയല്ലാതെ ഞങ്ങൾ വിശ്വാസിച്ചു. പൊളിറ്റിക്കൽ പാർട്ടികൾ എപ്പോഴും ഇങ്ങനെ ഇടക്കിടക്ക് ലീഗ് വിളിക്കും മതസംഘടനകളെ. അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെ വിളിച്ചു ചേർത്ത് ഒരു മതത്തിന്റെ വക്താക്കളെ കേവലം രാഷ്ട്രീയ പാർട്ടി മാത്രമല്ലല്ലോ, സാമുദായിക പാർട്ടിയും കൂടിയല്ലേ. അവർ രജിസ്റ്റർ ചെയ്ത് രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ്, മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ്, അവർ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. പിന്നെ സാമുദായിക രാഷ്ട്രീയ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് രാഷ്ട്രീയ പാർട്ടിയാണ്. അവരങ്ങനെ മതസംഘടനയാണ് എനിക്കറിയുള്ളൂ, അത് അവര് പറഞ്ഞതാണ്. എന്റെ വ്യൂ അനുസരിച്ച് ഞാൻ ലീഗിൽ പ്രവർത്തിച്ച ആളാണ്. നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ആയ ഒരാളാണ് ഞാനതിൽ പ്രവർത്തിച്ച കാലത്തൊക്കെ അത് രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് എന്നെ പ്രവർത്തിച്ചിട്ടുള്ളൂ. മതസംഘടന ഞാൻ കണ്ടിട്ടില്ല. അത് വക്കഭൂമിയാണോ അല്ലയോ ലീഗ് പറയാത്തത്, വിഷയം കോടതിയുടെ പരിഗണനകളൊന്നും സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചുകൊണ്ടുമാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യാൻ SDPക്ക് തയ്യാറില്ലെന്നാണ് ഒരു തീരുമാനം വരുന്നവരെ. ലീഗിന് താല്പര്യമില്ല അങ്ങനെ സംഘടനകൾ വിളിച്ചു ചേർത്തത്. അവരെന്തിനല്ലേ അനാവശ്യമായി ഇടപെടുന്നു മുസ്ലിം സംഘടന വിളിച്ചു ചേർത്തിട്ട്? അതല്ല, ഭൂമി വക്കഭൂമിയാണോ അല്ലയോ എന്ന് പറയാൻ ലീഗ് കാലതാമസം എടുക്കുന്നത് കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇനി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത് ഞങ്ങൾക്ക് ദാനം കിട്ടിയതാണെന്ന്, വക്കഭൂമി അല്ലാതെ അവർ പറയുന്നു. അപ്പൊ അതിനൊരു തീരുമാനമാവട്ടെ, അതുവരെ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് ലീഗിന്റെ ദോഷം. നിലവില് മുഖ്യമന്ത്രി, വഖഫ് മന്ത്രി, കോടതി ഇതൊക്കെ വഖഫ് പറഞ്ഞ കാര്യം. പിന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന KPM മജീദ് നിയമസഭയിൽ കൃത്യമായി പറഞ്ഞല്ലോ അത് വഖഫ്. KM ഷാജി അതുപോട്ടെ, അവസാനം അതിനു മുമ്പ് തന്നെ വഖഫ് ബോർഡ് അംഗമായിരുന്ന മായനാട്ടി പറഞ്ഞല്ലോ അത് വഖഫ് എന്നുള്ളത്. ഇപ്പോൾ കൃത്യത വരുത്താതിരിക്കാൻ കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണുള്ളത്. അവരിപ്പോഴും അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്ന BD സതീശന്റെ പ്രസ്താവനയ്ക്ക് കൗണ്ടർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഔദ്യോഗികമായി.
എന്തൊക്കെ ചാരിറ്റി വർക്കുകൾ അവിടെ ഉദ്ദേശിക്കുന്നുവോ ആ ചാരിറ്റി വർക്കിന് വേണ്ടി കൊടുക്കാം, മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാം, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കാം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. അവിടുത്തത് വളരെ സ്പെസിഫിക് ആയിരുന്നു, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. ഏതെങ്കിലും ഒരു മതസംഘടന കക്ഷിയേ അല്ല. എവിടെയാണ് ഒരു മതസംഘടനയ്ക്ക് ഇപ്പൊ അങ്ങനെ ഇടപെട്ട സ്കോപ്പ് ഉള്ളത്? ഇവിടെ വി ഡി സതീശൻ പുസ്തകവുമായി ഇപ്പോൾ പറയുന്നത് അത് വഖ്ഭൂമിയെ അല്ല എന്നാണ്. അത് അദ്ദേഹം മനഃപൂർവ്വമായി പറയാൻ നമുക്കറിയാം. അവിടെ ആ ഭൂമിയിൽ അനധികൃതമായി അത് കൈവശപ്പെടുത്തിയിട്ടുള്ള ആളുകൾ, ആ ആളുകള് മുഴുവൻ പാവപ്പെട്ട മനുഷ്യന്മാരല്ല, വലിയ മാഫിയകളാണ്, റിസോർട്ട് നടത്തുന്ന ആളുകളാണ്, ബാറ് നടത്തുന്നവരാണ്. ഇവരുടെ താല്പര്യമാണ് വി ഡി സതീശൻ പറയുന്നത്. അത് കേരളീയ പൊതുസമൂഹത്തിന്റെ താല്പര്യമല്ല. അങ്ങനെ ഏതെങ്കിലും പിന്നെ ബാറുടമകൾക്ക്, റിസോർട്ട് ഉടമകൾക്ക് തീരെഴുതി കൊടുത്ത് അത് അവർക്ക് ആസ്വദിക്കാനുള്ള ഒരു ഭൂമിയല്ല. ഇവിടെ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടേണ്ട, ജാതി മതഭേദമന്യേ ഉപയോഗപ്പെടേണ്ട ഒരു സ്വത്താണ്. അതിനെയാണ് നേരെ തിരിച്ച് അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്.